പോലീസ് കമാൻഡോ വിനീതിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കേസ് കൊണ്ടോട്ട് ഡിവൈഎസ്പി അന്വേഷിക്കുമെന്ന് മലപ്പുറം SP R വിശ്വനാഥ് അറിയിച്ചു. ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിനീതിന്റെ മരണം സംബന്ധിച്ച എല്ലാ ആക്ഷേപങ്ങളും പരിശോധിക്കുമെന്നും SP പറഞ്ഞു. അദ്ദേഹം സ്വയമേവ നിറയൊഴിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. പ്രാഥമികമായിട്ട് ഈ സംഭവത്തിനകത്ത് മരണകാരണം ഗൺഷോട്ട് വൂണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഏറ്റിരിക്കുന്ന വൂണ്ട് അത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആണ് എന്നുള്ളതാണ് പ്രൈമറിലി മനസ്സിലാവുന്നത്. അന്വേഷണം ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊണ്ടോട്ടി ഡിവൈഎസ്പിയിലേക്ക് അന്വേഷണം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇനി മുതൽ തുടരന്വേഷണം നടത്താം. വരും ദിവസങ്ങളിൽ ഇതിൽ എന്ത് ആക്ഷേപങ്ങളുണ്ടെങ്കിലും എന്ത് പരാതികളുണ്ടെങ്കിലും അത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടും. വിപിൻ C വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഈ ലീവ് കിട്ടാത്തതടക്കം തൊഴിൽ മേഖലയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് അദ്ദേഹം ജീവനൊടുക്കാൻ കാരണമെന്നാണ് കേട്ടിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് SP പറഞ്ഞത്? വിജയകുമാർ, ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഈ സുഹൃത്തിൻ്റെ AK-47 തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ കീഴ്ത്താടിക്ക് സമീപം വെച്ച് ഒരൊറ്റ ബുള്ളറ്റ് വെച്ച് ജീവിതം അവസാനിപ്പിച്ചത്. വയനാട് സ്വദേശിയായിട്ടുള്ള കമാൻഡോ, അതായത് തണ്ടർബോൾട്ടിൻ്റെ കമാൻഡോ വിനീതാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. അതിലിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു റീഫ്രഷ്മെൻറ്റ് കോഴ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അത് നവംബറിലാണ് ഈ കോഴ്സ് നടന്നത്. ഈ കോഴ്സിൻ്റെ സമയത്ത് അതിൽ ഓട്ടത്തിൽ മാത്രം പരാജയപ്പെട്ടു. അപ്പോൾ ഈ വിനീത് പരാജയപ്പെട്ടതിന് ശേഷം വലിയ മാനസികമായിട്ടുള്ള പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ മാനസിക വിഷമത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹെർണിയയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡുകൾക്കൊക്കെയുള്ള വ്യത്യാസം ഇത്ര കർക്കശമായി നടപ്പാക്കണമായിരുന്നോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം അദ്ദേഹം ലീവിന് അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ പലപ്പോഴും ലീവിന് അപേക്ഷ കൊടുത്തപ്പോൾ അതൊക്കെ തന്നെ നിരാകരിച്ചിരുന്നു. അദ്ദേഹം ഈ ട്രാക്ക് മാറി ഓടി എന്നുള്ള ഒരു പ്രശ്നത്തിൽ മാപ്പപേക്ഷയും എഴുതി കൊടുത്തതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. അതും സ്വീകരിക്കപ്പെട്ടില്ല. ഭാര്യ ഗർഭിണി. ശരി വിപിൻ, എന്തായാലും അതിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം എല്ലാ ആക്ഷേപങ്ങളും അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ SP അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് അന്വേഷണം നടക്കട്ടെ. ആ ഘട്ടത്തിലൊരു നിഗമനത്തിലേക്ക് എത്താം. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്.